കൃഷിയെ സ്നേഹിക്കുന്നവരെ മണ്ണൊരിക്കലും ചതിക്കില്ലെന്ന് തെളിയിക്കുകയാണ് ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിയായ ബാലകൃഷ്ണപിള്ള. വിദേശത്തെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഈ കർഷകൻ തരിശുഭൂമികളെ പച്ചപ്പണിയിച്ച് എള്ളു കൃഷിയിൽ വിപ്ലവം തീർക്കുകയാണ്. രാസവളങ്ങളില്ലാതെ ശുദ്ധമായ എള്ളും എണ്ണയും ഉൽപ്പാദിപ്പിച്ച് മാതൃകയാവുകയാണ് ഈ കർഷകൻ. ചെങ്ങന്നൂർ ചെറിയനാട് 1-ാം വാർഡിലെ ഒറ്റത്തെങ്ങിൽ വീട്ടിൽ പോയാൽ കാണാം വെയിലിലും വാടാത്ത ഒരു കർഷകന്റെ ആവേശം. ബാല്യകാലം മുതൽക്കേ മണ്ണുമായി ചങ്ങാത്തത്തിലായിരുന്ന ബാലകൃഷ്ണപിള്ള പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് കൃഷിയിലേക്ക് മടങ്ങുകയായിരുന്നു. 5 വർഷം മുൻപ് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വിത്തുകളിൽ നിന്നാണ് ഈ വിജയഗാഥയുടെ തുടക്കം. ഇന്ന് 60 സെന്റ് സ്ഥലത്താണ് ബാലകൃഷ്ണൻ എള്ള് കൃഷി ചെയ്യുന്നത്. കഠിനാധ്വാനം ആവശ്യമാണെങ്കിലും നെൽകൃഷിയേക്കാൾ ലാഭകരമാണ് എള്ളു കൃഷിയെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. എങ്ങനെ പോയാലും 1/3 ഭാഗം ലാഭമാണ്. എള്ളു കൃഷിക്ക് ഇതിനായിട്ട് മറ്റൊന്നും ചെയ്യുന്നില്ല. ചാണകപ്പൊടിയും ചാരവും നമ്മുടെ വീട്ടിലുള്ള വളവും മാത്രമേ ചെയ്യാറുള്ളൂ. മറ്റു വളങ്ങളൊന്നും ചേരുന്നില്ല. ലാഭകരമാകുന്ന കാര്യം ഈ കീടനാശിനികളോ വേറൊന്നും അടിക്കാനോ മറ്റു വളങ്ങൾ ചേരാനോ ഒന്നിനും പോകണ്ട. കഴിഞ്ഞ വർഷം 15 കിലോ എള്ളും 45 കിലോ എണ്ണയുമാണ് ലഭിച്ചത്. അധ്വാനമുണ്ടെങ്കിലും എള്ളിന് നല്ല ഡിമാൻഡാണുള്ളത്. ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. സർക്കാർ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നതിൽ ചെറിയ വിഷമമുണ്ട്. എങ്കിലും മണ്ണിലിറങ്ങുന്നത് ഈ കർഷകന് സന്തോഷമാണ്. എള്ളിന് പുറമെ നെല്ലും പച്ചക്കറികളും ഇദ്ദേഹത്തിന്റെ പറമ്പിൽ സമൃദ്ധമായി വളരുന്നു. രാസവളങ്ങളെയും കീടനാശിനികളെയും പടിക്ക് പുറത്ത് നിർത്തിയാണ് ഈ ജൈവ കൃഷി രീതി. ഭാര്യ ലളിതയും മക്കളും ബാലകൃഷ്ണന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. സർക്കാർ തലത്തിൽ നിന്ന് അർഹമായ പ്രോത്സാഹനം കൂടി ലഭിച്ചാൽ ഈ മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആർക്കും വിജയിക്കാമെന്ന് കാണിച്ചു തരികയാണ് ഈ പ്രവാസി മലയാളി. തരിശു കിടക്കുന്ന പാടശേഖരങ്ങൾ എള്ളു കൃഷിക്കായി ഉപയോഗപ്പെടുത്തിയാൽ കേരളത്തിന് ഇതൊരു പുതിയ വരുമാന മാർഗമായി മാറും. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.